എന്തുകൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും ഐ ആം നോട്ട് ഇനഫ് എന്ന് തോന്നുന്നത്? ഞാൻ ആ കാറ്റഗറിയിലുള്ള ആളായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവില്ല, ഞാൻ ചെയ്താൽ എല്ലാം തെറ്റായി പോവും എന്നുള്ള എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു മുന്നേ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ കുറവാണ്. ഇത് ആക്ച്വലി യാഥാർത്ഥ്യത്തിലുള്ള കാര്യമല്ല ഐ ആം നോട്ട് ഇനഫ് എന്ന് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് സെൽഫ് ലവിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്കെപ്പോഴും നമ്മൾ മതിയായവളല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. നമ്മളെല്ലാ കുറവുകളോടും കൂടി നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ലൈഫ് മാറാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കുറവുകളെ നമ്മൾ അംഗീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റുള്ളവരോട് ബെഗ് ചെയ്യുന്നത് നിർത്തും എന്നുള്ളതാണ്. നമ്മൾ ചേസ് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ നമുക്ക് വേണ്ട ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെയധികം സമാധാനം, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൈഫിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് എങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാമെന്നുള്ള 4 ടിപ്പുകളാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സെൽഫ് ലവ് എങ്ങനെ കൂട്ടാം? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ വളരെയധികം ദയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മളോട് തന്നെയുള്ള പെരുമാറ്റം അതെങ്ങനെയാണ്? കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ അയ്യോ ഞാൻ റെസ്റ്റ് എടുത്തു പോയല്ലോ എന്നോർത്തിട്ട് ഒരു ടെൻഷൻ. അതുപോലെ നമ്മളെ തന്നെ എപ്പോഴും വിമർശിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ലൈഫിൽ എല്ലാത്തിനോടും നമ്മൾ യെസ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഫോർഗീവ് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ഫോർഗീവ്നെസ് കൊടുക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്ക് മിക്കപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മളോട് തന്നെ ചെയ്ത പല തെറ്റുകളും നമുക്കറിയാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും തെറ്റുകൾ പറ്റും. തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവനൊന്നും പുതുതായിട്ട് പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർഗീവ് യുവർ സെൽഫ് ഫോർ ദ പാസ്റ്റ് മിസ്റ്റേക്ക് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ എന്ത് തരത്തിലുള്ള പാസ്റ്റ് മിസ്റ്റേക്കുകളായാലും അതിനെ നിങ്ങൾ ഫോർഗീവ് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ഫേഷ്യൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മസാജിങ് ചെയ്യുക അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ ബ്യൂട്ടി പാർലറിൽ പോയി അതൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു ആർഭാടം പോലെയാണ്. ആക്ച്വലി അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ബോഡീനെ കെയർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, അതായത് എല്ലാ ദിവസവും യോഗ ചെയ്യുക, അതുപോലെ എക്സസൈസ്, ബോഡിക്ക് വേണ്ട എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക. നന്നായി വെള്ളം കുടിക്കുന്നത് പോലും സെൽഫ് ലവിൻ്റെ ഒരു വലിയ പാർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവായ ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഐ ആം അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്
ആൻഡ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.